ഇറച്ചിയും മീനും ഒന്നും ഇല്ലെങ്കിലും ഈ ഒരു മുട്ടത്തീയൽ മാത്രം മതി നിറയെ ചോറുണ്ണാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഒന്ന് ഈവനായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് വറുത്തെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും, പെട്ടെന്ന് റെഡിയായി വരും. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് പകുതി ഒന്ന് മൂപ്പാകുമ്പോഴത്തേന് ഇതിനകത്തോട്ട് ഞാൻ ചെറിയൊരളവിൽ വാളൻ പുളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിനകത്തോട്ട് ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടാണ് മല്ലിപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. ഫ്ലെയിം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ ഫ്ലെയിം ഓഫാക്കി ആ ഒരു ചൂട് കാണുമല്ലോ, ചട്ടിയുടെ ഒരു ചൂട് കാണും, അതിനകത്ത് വെച്ചിട്ട് ഈ പച്ച ആ ഒരു കുത്തലങ്ങ് മാറിക്കിട്ടും. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ആദ്യമേ വെള്ളം ചേർത്ത് അരച്ചെടുക്കേണ്ട. അപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല. ആദ്യം ഇതൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കുക. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ചെറിയുള്ളി, തക്കാളി, കറിവേപ്പില, മുരിങ്ങക്ക, അപ്പോൾ ഇതെല്ലാം കൂടെ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. മുരിങ്ങക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അരപ്പൊടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് നമുക്ക് ആവശ്യമുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിൽ കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടത്തീയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ.